ബാബറി മസ്ജിദ് തകർക്കുന്നതിന് എല്ലാ തരത്തിലും ഒത്താശ ചെയ്ത കോൺഗ്രസിൻ്റെ കൂടെ അന്ന് കേരളത്തിൽ മന്ത്രിമാരായി ലീഗ് തുറന്നു. ഇതിൽ വ്യാപകമായ അമർഷം ലീഗ് അണികളിൽ തന്നെ. അപ്പോഴാണ് ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിൽ കണ്ട ഒരു കാഴ്ച, അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ്. ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെ പോലെയല്ല. സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. പക്ഷേ അന്നത്തെ തങ്ങൾ സർവരാലും ആദരിക്കപ്പെട്ട തങ്ങളായിരുന്നു. അദ്ദേഹം ലീഗ് അണികളെ തണുപ്പിക്കാൻ വേണ്ടി വന്നു. ഒരു വീട്ടിൽ വരുമെന്ന് നേരത്തെ അറിയിച്ചു. സാധാരണ തങ്ങൾ വന്നാൽ ഓടിക്കൂടുന്ന ലീഗുകാരെ കാണാനില്ല. അപ്പോൾ തങ്ങളെ ആ വീട്ടിലിരുത്തിക്കൊണ്ട് ചുറ്റുപാടുമുള്ള ലീഗ് പ്രവർത്തകരെയും ലീഗ് അണികളെയും ആ വീട്ടിലേക്ക് എത്തിക്കാൻ പോയി ചിലർ പറയാണ്, തങ്ങൾ വന്നിരിക്കുന്നുണ്ട്, നിങ്ങൾ വേഗം അങ്ങോട്ട് വരണം. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ അത് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. യോഗം നടത്താനാവാതെ വരുന്ന അവസ്ഥയുണ്ടായി.